ചേട്ടാ 2002 മുതൽ 2016 വരെയുള്ള 14 വർഷക്കാലയളവിൽ കോഴിക്കോട് ജില്ലയിലെ കൂടത്തായി എന്ന മലയോര ഗ്രാമത്തിൽ 6 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഒരു കുടുംബത്തിലെ ആദ്യഘട്ടത്തിൽ സ്വാഭാവികമായ മരണങ്ങളാണെന്ന് കരുതിയിരുന്നിടത്ത് പിന്നീടൊരു ട്വിസ്റ്റുണ്ടായി. അതിലൂടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി കുടുംബത്തിലെ അംഗമായ ജോളി തോമസ് ആണ് ഇവരെയെല്ലാം കൊലപ്പെടുത്തിയത്, ആസൂത്രിതമായി കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞു. കേരളത്തെ ആകെ ഞെട്ടിച്ച കൂടത്തായി കൊലപാതക പരമ്പരയുടെ കഥകളിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പര, അതും ഒരു സ്ത്രീ ഉൾപ്പെട്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണ് കൂടത്തായി കേസ്. കൂടത്തായി എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഒരു മലയോര ഗ്രാമം, അവിടുത്തെ പൊന്നാമറ്റത്ത് കുടുംബം. ഈ കുടുംബവും ആ കുടുംബത്തിൻ്റെ സമീപത്തും ആ കുടുംബത്തിനുള്ളിലുമായി താമസിച്ചു വന്നിരുന്ന ആളുകളുടെ കൊലപാതകമാണ് ഈ കൂടത്തായി കേസ് എന്ന് പറയുന്നത്. അവിടെ ആദ്യം മരിക്കുന്നത് അന്നമ്മ തോമസ്, അതായത് ഈ കേസിലെ കൊലപാതകിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള അവിടുത്തെ മരുമകളായിട്ടുള്ള ജോളി അമ്മ ജോസഫ്. അതാണ് കൂടത്തായി ജോളിയുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്. ഇവർ കട്ടപ്പനക്കാരിയാണ്. ഇവരെ പൊന്നാമറ്റത്ത് കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ശേഷമാണ് ഈ കൊലപാതക പരമ്പര ആരംഭിക്കുന്നത്. ആദ്യത്തെ കൊലപാതകൻ 2002 സെപ്റ്റംബർ 22 അന്നമ്മ തോമസ് ആട്ടിൻ സൂപ്പ് കഴിച്ച ശേഷം ഛർദ്ദിക്കുകയും അതിനുശേഷം ക്ഷീണിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകെ മരണപ്പെടുകയും ആയിരുന്നു. ഇത് അന്നമ്മയെ ഓരോരുത്തരെയും കൊലപ്പെടുത്താൻ ഓരോ കാരണങ്ങളാണ് ജോളിക്കുണ്ടായിരുന്നത്. അന്നമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം, അന്നമ്മയാണ് അവിടുത്തെ സുപ്രീം പവർ എന്ന് പറയുന്നത്. ആ കുടുംബത്തിലെ പണമെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് വീട്ടു ചെലവും കുടുംബത്തിലെ മറ്റ് ചെലവുകളും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട വസ്തുവകകളുടെ ആദായവും എല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് റിട്ടയർഡ് അധ്യാപികയായിട്ടുള്ള അന്നമ്മ തോമസ് ഗൃഹനാഥയാണ്. അന്നമ്മ അവിടെ ഈ പറയുന്ന ടോം തോമസ് ഉണ്ടെങ്കിൽ പോലും അന്നമ്മ തോമസ് ആണ് അവിടുത്തെ സുപ്രീം പവർ. അപ്പോൾ അന്നമ്മ തോമസിനെ താക്കോൽ കൈക്കലാക്കുക, അതായിരുന്നു ജോളിയുടെ കുടുംബത്തിന്റെ താക്കോൽ കൈക്കലാക്കുക. അതിനാണ് ഗൃഹഭരണം കൈക്കലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്നമ്മ തോമസിനെ ജോളി സൈനൈഡ് ആട്ടുസൂപ്പിൽ കലക്കി കൊടുക്കുകയായിരുന്നു. ജോളി തന്നെ വെച്ച ആട്ടു സൂപ്പാണ്, ആ സൂപ്പിൽ കൊടുത്താണ് കൊലപ്പെടുത്തുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം നടക്കാത്ത കേസാണ്. സ്വാഭാവിക മരണം, കുഴഞ്ഞു വീണ് മരിച്ചു എന്ന രീതിയിൽ പിന്നീട് ഇവരുടെ കുടുംബക്കല്ലറയിൽ അടക്കം ചെയ്തതാണ് അന്നമ്മയെ. രണ്ടാമത്തെ കൊലപാതകം ടോം തോമസിൻ്റേത്, അതായത് അന്നമ്മയുടെ ഭർത്താവായിട്ടുള്ള ജോളിയുടെ അമ്മായി അച്ഛൻ ആയിട്ടുള്ള ടോം തോമസ്. ആ കൊലപാതകം നടക്കുന്നത് 2008 സെപ്റ്റംബർ 26 ടോം തോമസ് കപ്പ കഴിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വായിൽ നിന്ന് നുരയും പതയുമൊക്കെ വരികയും തുടർന്ന് ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിക്കവേ മരണപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം മരണപ്പെടാനുള്ള കാരണം, അദ്ദേഹം ഈ വസ്തുവകകൾ എല്ലാം തന്നെ അദ്ദേഹത്തിന്, അതായത് ഈ ജോളിക്കും ജോളിയുടെ ഭർത്താവിനും കൊടുക്കാനുള്ള വസ്തുവകകളെല്ലാം തന്നെ വിറ്റ് അവർക്ക് പണമായി ഈ ഭർത്താവിന് നൽകി. എന്നിട്ട് ഈ ടോം തോമസ് പറഞ്ഞു, ഇനി ഒരു ചില്ലിക്കാശ് പോലും പൊന്നാമറ്റത്ത് കുടുംബത്തിൽ നിന്ന് ജോളിക്കോ ഭർത്താവിനോ ഞാൻ നൽകില്ല, നിങ്ങളുടെ വകയെല്ലാം നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇതാണ് ടോം തോമസിനെ കൊലപ്പെടുത്താനുള്ള ജോളിയുടെ പ്രധാനപ്പെട്ട കാരണം. അത് 2008 സെപ്റ്റംബർ 26 ആ കൊലപാതകം നടക്കുന്നത്. മൂന്നാമത്തെ കൊലപാതകമാണ് റോയ് തോമസ് എന്ന് പറയുന്നത് ജോളിയുടെ ഭർത്താവ്. അത് 2011 ഒക്ടോബർ 30 റോയ് തോമസ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരവേ ജ്യൂസ്, അതായത് കിടക്കയ്ക്ക് അരികിൽ വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചു. അവിടെ ജ്യൂസ് കലക്കി വെച്ചിരുന്നു. അതൊരു നമ്മുടെ ഈ പറയുന്ന പോലെ ഫ്രഷ് ജ്യൂസ് അല്ല, മറിച്ച് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഇതായിട്ടുള്ള ജ്യൂസ്, അത് കലക്കി അവിടെ വെച്ചിരുന്നു. അതെടുത്ത് ഇയാൾ കുടിച്ചു. അപ്പോൾ ഇയാൾ മദ്യപിക്കുമായിരുന്നു, ഈ റോയ് തോമസ് മദ്യപിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ ഈ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമെന്ന് ജോളിക്ക് അറിയാമായിരുന്നു. അപ്പോൾ രാവിലെ എന്തായാലും ഈ കുടിനീര് ആവശ്യപ്പെടും എന്ന് ജോളിക്ക് അറിയാവുന്നത് കൊണ്ട് ഇത് കലക്കി തണുപ്പിച്ച് ടേസ്റ്റ് വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് റോയ് തോമസിൻ്റെ തലക്കരികിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. ഇയാൾ ഇതെടുത്ത് കുടിച്ചു. അങ്ങനെയാണ് ഇയാളുടെ മരണം സംഭവിക്കുന്നത്. ഇയാളുടെ മരണം സംഭവിച്ചപ്പോൾ ഇയാളുടെ മരണത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ഇയാളെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇയാളുടെ ബന്ധുവായിട്ടുള്ള അമ്മാവനായിട്ടുള്ള MM മാത്യു വാശി പിടിച്ചു. MM മാത്യു പറഞ്ഞു, ഒരു കാരണവശാലും ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിടാൻ പറ്റില്ല. ജോളി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ശരീരം കുത്തിക്കീറണ്ട, അതെനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു.
ഇനി ഒരു കാരണവശാലും ഇത് കുത്തിക്കീറാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജോളി അവിടെ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ എം മാത്യു പറഞ്ഞു ഇത് പറ്റില്ല, ഇത് നടത്തിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കിട്ടിയ കണ്ടന്റാണ് സയനൈഡ്. അതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട്, അതായത് ഈ റോയ് തോമസിന്റെ കേസിലാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട തെളിവ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്, സയനൈഡിന്റെ കണ്ടന്റ് ഉണ്ടെന്ന്. ഈ സംഭവത്തിൽ കോടഞ്ചേരി പോലീസ് അന്ന് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിനും ഈ പറയുന്ന പിന്നെ സയനൈഡ് കണ്ടന്റ് കണ്ടെത്തിയെന്നുമുള്ള പോലീസ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഉണ്ട്. പക്ഷേ ജോളി എന്താണ് വരുത്തി തീർത്തിയെന്നറിയോ? ജോളി പറഞ്ഞു റോയ് തോമസിന് കടമുണ്ട്, കടബാധ്യതയുണ്ട്. അനേകം പൈസ ഷെയർ മാർക്കറ്റ് വഴി ലക്ഷക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ് റോയ് തോമസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ജോളിയുടെ ഭർത്താവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ മനംനൊന്ത് കടബാധ്യതകൾ തീർക്കാൻ മാർഗമില്ലാതെ തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതാണെന്ന് ബന്ധുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അതേസമയം ജോളി തൻ്റെ പിതാവിനോട് പറഞ്ഞു റോയ് തോമസിന് സംഭവിച്ചത് കാർഡിയക് അറസ്റ്റ് ആണെന്ന് ഈ ജോളിയുടെ പിതാവിനോട് പറയുകയും ചെയ്തു. പലരോടും ബന്ധുക്കളോടൊക്കെ തന്നെ പറഞ്ഞതും മറ്റു ബന്ധുക്കളോട്, അതായത് അകന്ന ബന്ധുക്കളോടൊക്കെ തന്നെ പറഞ്ഞത് ഈ റോയ് തോമസ് പിന്നെ ഇതുപോലെ കാർഡിയക് അറസ്റ്റ് സംഭവിച്ച് മരണപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതേസമയം കുടുംബാംഗങ്ങളോട് പറഞ്ഞു ഇത് ആത്മഹത്യയാകാം, ഇത് ഇത്തരത്തിൽ അച്ചായൻ കുറേ ദിവസങ്ങളായി വിഷമത്തിലായിരുന്നു, കടബാധ്യതയുടെയൊക്കെ വിഷമത്തിലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. റോയ് തോമസിനെ കൊലപ്പെടുത്താനുള്ള കാരണം, റോയ് തോമസിനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാളെ ഇവർ കണ്ടെത്തി വെച്ചിരുന്നു. അതായത് ഷാജു എന്ന് പറയുന്ന ഈ ടോം തോമസിന്റെ പിന്നെ സഹോദരന്റെ മകനായിട്ടുള്ള ഷാജുവിനെ പിന്നെ ജോളി കണ്ടെത്തി വെച്ചിരുന്നു. ആ ഉദ്ദേശത്തിലാണ്. മാത്രമല്ല ജോളിയും ഈ റോയ് തോമസുമായിട്ട് ആ സമയത്ത് വലിയ പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോയ് തോമസിനെ ജ്യൂസിൽ വിഷം കൊടുത്ത് 2011 ഒക്ടോബർ 30 കൊല്ലുന്നത്. അടുത്തതാണ് 2014 ഏപ്രിൽ 24 കൊലപാതകം. എം എം മാത്യുവിനെ കൊല്ലാനുള്ള കാരണം, എം മാത്യു ജോളിയുടെ പ്രവർത്തികളിൽ സംശയമുണ്ട്. ജോളി അന്നേ ദിവസം, അതായത് റോയ് തോമസിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ വാഹനത്തിന്റെ താക്കോൽ ജോളി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് എം മാത്യു വ്യാപകമായി പറഞ്ഞു നടന്നു. എല്ലാവരോടും പറഞ്ഞു നടന്നു. അതായത് അടുത്ത ബന്ധുക്കളോടൊക്കെ തന്നെ ഈ പറയുന്ന എം മാത്യു വിളിച്ച്, ഈ റോജോ ഉണ്ടല്ലോ, റോജോ എന്ന് പറയുന്നത് റോയ് തോമസിന്റെ സഹോദരനാണ് റോജോ തോമസ് അടക്കമുള്ളവരെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ റോയിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കവേ ജോളി ഈ താക്കോൽ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിന് ജോളി എന്ത് ചെയ്തു? 2014 ഏപ്രിൽ 24 ഈ പറയുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന എം മാത്യുവിൻ്റെ വീട്ടിൽ ചെല്ലുകയും വീട്ടിൽ അദ്ദേഹം കഴിക്കുവാൻ എടുത്തു വെച്ചിരുന്ന ഭക്ഷണത്തിൽ ഈ സയനൈഡ് പൊടി തട്ടുകയും ചെയ്തു. ഇതെല്ലാം കൊടുത്ത പ്രജിൽ എന്ന് പറയുന്ന ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. അത് കഴിച്ച എം മാത്യു മരണപ്പെട്ടു. എം മാത്യുവിനെ ഇതുപോലെ തന്നെ പ്രായാധിക്യം മൂലം മരണപ്പെട്ടതാണെന്ന് ജോളി വരുത്തി വെച്ചു കൊടുത്തു. പ്രായാധിക്യം മൂലം വന്ന മരണമാണ് ഇതെന്ന് എം മാത്യുവിൻ്റെ ഇതൊന്നും വരുത്തി വെച്ചു കൊടുത്തു. പിന്നീടാണ് അടുത്തത് പിന്നെ ജോളിയുടെ പിന്നെ ലക്ഷ്യം അത് ഷാജുവിനെ കൈക്കലാക്കുക എന്നുള്ളതാണ്. അപ്പം ഷാജുവിൻ്റെ ഭാര്യയുണ്ട് സിലിയെ ആണ് പിന്നെ സിലിയല്ല, അടുത്തത് ആൽഫൈൻ. പിന്നെ ഷാജുവിൻ്റെ മകളാണ്. അതെ, സിലിയുടെ മകളായിട്ടുള്ള ആൽഫൈനെ 2014 മെയ് 1 ആൽഫൈൻ്റെ സഹോദരൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ് പിന്നെ തിരിച്ചു വരവേ കുടുംബത്തിലായിരുന്നു എല്ലാവർക്കും കുടുംബത്തിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കവേ പിന്നെ ഈ പറയുന്ന ആൽഫൈനെ ജോളി കയ്യിലെടുക്കുകയും അപ്പത്തിൽ ഇറച്ചിച്ചാറ് മുക്കി വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ കുഞ്ഞിന് വെപ്രാളം അനുഭവപ്പെടുകയും കണ്ണൊക്കെ മുകളിലേക്ക് ആയിപ്പോവുകയും വായിൽ കൂടെ പതയൊക്കെ വരികയും ഒക്കെ ചെയ്ത് ഈ കുഞ്ഞ് വെപ്രാളം കാണിച്ചപ്പോൾ ജോളി പറഞ്ഞു വെച്ചു കുഞ്ഞിൻ്റെ തൊണ്ടയിൽ ഇറച്ചി കുടുങ്ങിയതാവാം എന്ന് പറഞ്ഞു വെച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് വഴിമധ്യേ ഈ കുഞ്ഞ് മരിച്ചുപോയി. ഇതാണ് ആൽഫൈൻ്റെ കൊലപാതകം. ഇത് 5ാമത്തെ കൊലപാതകമാണ്. അത് കഴിഞ്ഞ് 6ാമത്തെ കൊലപാതകം 2016 ജാനുവരി 11 അത് സിലിയുടെ കൊലപാതകം. ഷാജുവിൻ്റെ ഭാര്യയായിട്ടുള്ള സിലിയും ജോളിയും കൂടെ ഇവരുടെ ബന്ധുവിൻ്റെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പോയി തിരിച്ച് വരുന്ന വഴിയിൽ ഈ സിലിക്ക് പിന്നെ സയനൈഡ് കലക്കി കൊടുത്തു. സിലിക്ക് ആ സമയത്ത് അതിൻ്റെ തലേ ദിവസം മുതൽ ഈ പിന്നെ പല്ലിന് വേദനയുണ്ടായിരുന്നു.
ദന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകവേ ദന്താശുപത്രിയിൽ വെച്ചാണ് സിലി മരിക്കുന്നത്. അത് മരിക്കുന്നത് ജോളിയുടെ മടിയിൽ കിടന്നാണ് സിലി മരിക്കുന്നത്. സിലിയുടെ മരണവും ഒരു സാധാരണ മരണമാണെന്ന് ജോളി വരുത്തി വെച്ചു. ചുരുക്കത്തിൽ 14 വർഷത്തിനിടെ 6 കൊലപാതകം നടത്തി. 17 വർഷവും 13 മാസവും എടുത്തു ഇതെല്ലാം തെളിഞ്ഞു വരാൻ. ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം 17 വർഷവും 13 മാസവും കഴിഞ്ഞാണ് ജോളി പിടിക്കപ്പെടുന്നത്. ജോളി പിടിക്കപ്പെടാനുള്ള കാരണം ഈ ജോളി ഷാജുവിനെ ഈ സിലിയുടെ മരണത്തിന് ശേഷം ഏതാനും നാളുകൾക്ക് ശേഷം ജോളി ഷാജുവിനെ വിവാഹം കഴിച്ചു. ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം ഷാജുവിനെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ജോളി ഈ പറയുന്ന ടോം തോമസ് എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പിതാവായിട്ടുള്ള ടോം തോമസ് തൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ജോളിക്ക് ഒസ്യത്ത് എഴുതി കൊടുത്തു എന്ന് ജോളി ഒരു കഥയുണ്ടാക്കി ഈ സ്വത്തുക്കളെല്ലാം ജോളിക്ക് ലഭിച്ചു. ജോളിയുടെ പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ജോളിയുടെ പേരിലേക്ക് മാറ്റിയതോടുകൂടി റോജോ അമേരിക്കയിലായിരുന്നു. ടോം തോമസിന്റെ മക്കളിൽ ഒരാളായിട്ടുള്ള റോജോ ഇതറിഞ്ഞ് റോജോ നാട്ടിൽ നിന്ന് വരികയും റോജോ SP-ക്ക് ഒരു പരാതി കൊടുത്തു. 2019 ഈ പരാതി ലഭിച്ച പോലീസ് കരുതി ഇത് കുടുംബത്തിലുള്ള ഭൂമി പ്രശ്നമാണ്, കുടുംബ പ്രശ്നമാണെന്ന് വിചാരിച്ചു. എങ്കിലും SP ഒരു നടപടി സ്വീകരിച്ചു. അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് SI ആയിട്ടുള്ള ജീവൻ ജോർജിനെ ഈ കേസ് ഏൽപ്പിച്ചു. എന്നിട്ട് ജീവൻ ജോർജിനോട് പറഞ്ഞു, ഈ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് താങ്കൾ ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ജീവൻ ജോർജ് ഇത് വെറും ഒരു പരാതിയായി കരുതിയില്ല. അദ്ദേഹം 200ഓളം പേരുടെ മൊഴി ഇക്കാര്യത്തിൽ എടുത്തു. മൊഴിയെടുത്തപ്പോൾ പലരും പറയാൻ മടിച്ച പല കാര്യങ്ങളും പുറത്തു വന്നു. അതായത് നേരത്തെ മരിച്ച ജോളിയുടെ ഭർത്താവ് അടക്കമുള്ളവരുടെ മരണത്തിലെ സംശയവും എല്ലാ മരണങ്ങളിലും ദുരൂഹതയുണ്ട് എന്നുള്ള സംശയം ജീവൻ ജോർജ് SP അറിയിക്കുന്നു. SP ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ടീം അന്വേഷിച്ചപ്പോൾ ഈ 6 മരണവും നടക്കുമ്പോൾ ജോളിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. പിന്നെ IIT-യുടെ പ്രൊഫസറാണ് ജോളി എന്നാണ് പുറത്ത് പറഞ്ഞു നടക്കുന്നത്. പ്ലസ് ടു വിദ്യാഭ്യാസം സാധാ വീട്ടമ്മയാണ്. IIT-യുടെ പ്രൊഫസറാണെന്നാണ് പറഞ്ഞു നടക്കുന്നത്. IIT-യുടെ വ്യാജ ID കാർഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ പോകുന്നത് ഒരു ബ്യൂട്ടി പാർലറിലാണ്. പൊന്നാമറ്റത്തെ മരുമകൾ എന്ന് പറയുന്ന ആള് ബിരുദാനന്തര ബിരുദധാരിയാണ് എന്നാണ് പുറത്ത് പ്രചരിക്കുന്ന കഥ. ഇതെല്ലാം പറഞ്ഞു വെച്ചത് ഇവരാണ് എന്നുള്ളത് പുറത്ത് ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് ഓരോ കൊലപാതകങ്ങളും വിശദീകരിക്കുന്നത് ജോളിയാണെന്നും അന്വേഷണ സംഘം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജോളിയെ 2019 കോഴിക്കോട് സ്പെഷ്യൽ ടീം അറസ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് ജോളിക്ക് ആരൊക്കെ സഹായം ചെയ്തു എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നത്. അതിലൊന്നാണ് പ്രജികുമാർ സയനൈഡ് കൊണ്ടു കൊടുത്ത MS മാത്യു വഴി പ്രജികുമാർ, ഇത് രണ്ടും ജോളിയുടെ സുഹൃത്തുക്കളാണ്. ഇത് പ്രജികുമാർ MS മാത്യു വഴി സയനൈഡ് ഈ പറയുന്ന ജോളിക്ക് എത്തിച്ചു കൊടുത്തു. ജോളി ഓരോ അല്പമായി ഈ ഇതിലെ ഓരോ ആളുകളെയായി കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ടോം തോമസിന്റെ കൊലപാതകം എടുക്കാം. ടോം തോമസിന്റെ കൊലപാതകം നടക്കുന്നത് 2008 സെപ്റ്റംബർ 26 സെപ്റ്റംബർ മാസം 2 ഈ ടോം തോമസ് അമേരിക്കയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അന്ന് ജോളിക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു ടോം തോമസിനെ കൊല്ലണമെന്ന്. അതുകൊണ്ട് ജോളി അന്നൊരു ഒരു കള്ളം പറഞ്ഞു, താൻ പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് വീട്ടിൽ താൻ ഒറ്റയ്ക്കായി പോവും, അതുകൊണ്ട് പപ്പ പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ടാണ് ടോം തോമസിനെ കപ്പയിൽ സയനൈഡ് കലക്കി കൊടുത്ത് കൊല്ലുന്നത്. ഇങ്ങനെ ഓരോരുത്തരെയും വളരെ കൃത്യമായി ചെയിൻ പോലെ ജോളി ഇല്ലാതാക്കുകയായിരുന്നു. ഇപ്പോൾ ജോളി ദീർഘകാലമായി ജയിലിൽ കഴിയുകയാണ്. ഓരോ കേസുകളുടെ ഇത് 6 കുറ്റപത്രമാണ്. 6 കേസുകളിലായി 6 കുറ്റപത്രമാണ് പത്തനംതിട്ടയിലെ കോഴിക്കോട് സ്പെഷ്യൽ ടീം സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കേസിലും വിചാരണ ഇപ്പോൾ ജോളി കോഴിക്കോട് കോടതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു കേസിൽ ജോളിക്ക് ഉറപ്പായും ശിക്ഷ ലഭിക്കും. അത് കേസെന്ന് പറയുന്നത് റോയ് തോമസിന്റെ കേസാണ്. അത് പോസ്റ്റ്മോർട്ടം നടത്തിയ കേസാണ്. അതിൽ തെളിവ് കൃത്യമായി തന്നെയുണ്ട്. സയനൈഡിന്റെ കണ്ടന്റ് കണ്ടെത്തുകയും ഒരു മൃതദേഹം മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കേസിൽ മാത്രം ജോളിക്ക് ജീവപര്യന്തം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയുള്ള എത്ര കേസുകൾ ശിക്ഷിക്കുമെന്നുള്ളത് സംശയമാണ്. സംശയത്തിന്റെ ആനുകൂല്യം എന്ന പുകമുറ അവർക്ക് രക്ഷയായി വരുമോ എന്നതാണ് പ്രധാനം. ഇതാണ് കൂടത്തായി കേസ്.